വാഹനാപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നാൾക്കുനാൾ പെരുകുകയാണ്. വാഹനങ്ങളുടെ ക്രമാതീതമായ വർധനവും അശ്രദ്ധമായുള്ള ഡ്രൈവിംഗും റോഡുകളുടെ ശോചനീയാവസ്ഥയുമെല്ലാം ഇതിനു കാരണമായി വരാറുണ്ട്. അതിനെയൊക്കെ വിധിയെന്നു പറഞ്ഞ് കണ്ണീരൊഴുക്കുവാൻ മാത്രമേ അപകടത്തിൽ പൊലിയുന്നവരുടെ കുടുംബത്തിന് കഴിയാറുള്ളൂ. വാഹനാപകടങ്ങളിൽ ഭൂരിഭാഗവും ജീവൻ നഷ്ടപ്പെടുന്നത് യുവാക്കൾക്കാണ്. ഒരു കുടുംബത്തിൻ്റെയോ വീട്ടുകാരുടെയോ എല്ലാം മുഴുവൻ പ്രതീക്ഷയുമായിരുന്നവരാണ് അപകടങ്ങളിലൂടെ അപ്രതീക്ഷിതമായി വിട പറഞ്ഞു പോകുന്നത്. അത്തരത്തിലൊരു സങ്കടക്കടലിലാണ് ഇപ്പോൾ കോട്ടയത്തെ വെണ്ണിക്കുളം നാട് മുഴുവൻ. തങ്ങളുടെ കൺമുന്നിൽ ജനിച്ചു വളർന്ന 21-കാരൻ്റെ മരണം അതിദാരുണമായതിൻ്റെ വേദനയിലാണ് നാട്ടുകാരെല്ലാം. യാതൊരു ദുശ്ശീലങ്ങളുമില്ലാത്ത അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമന പുത്രനായിരുന്നു അഖിൽ എന്ന ഉണ്ണിക്കുട്ടൻ. വെണ്ണിക്കുളം വാലാങ്കര മേച്ചേരിൽ സജികുമാറിൻ്റെയും രാജിയുടെയും മൂത്ത മകൻ. വീട്ടുകാർക്കും നാട്ടുകാർക്കുമെല്ലാം അവൻ ഉണ്ണിയായിരുന്നു. ചിരിച്ച മുഖത്തോടെ തങ്ങൾക്ക് മുന്നിലൂടെ എന്നും കടന്നു പോകുന്ന ആ കുഞ്ഞിൻ്റെ മരണവാർത്തയിൽ തേങ്ങുകയാണ് ഇന്ന് ആ നാട് മുഴുവൻ. ഇന്നലെ രാവിലെ കോട്ടയം കറുകച്ചാലിൽ വെച്ച് നടന്ന വാഹന അപകടത്തിലാണ് അഖിലിന് തൻ്റെ ജീവൻ നഷ്ടമായത്. രാവിലെ തോട്ടയ്ക്കാട് പോയ അഖിൽ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു. സമയം രാവിലെ 6:45. ബൈക്ക് ഓടിച്ചു വരികയായിരുന്നു അഖിൽ. എന്നാൽ കറുകച്ചാൽ കോട്ടയം റോഡിൽ തൊമ്മച്ചേരി മിൽമ പാൽ സൊസൈറ്റിക്ക് മുന്നിലെ വളവിൽ വെച്ച് കറുകച്ചാലിൽ നിന്നും പുതുപ്പള്ളി ഭാഗത്തേക്ക് പോയ ടോറസിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അഖിലിൻ്റെ ബൈക്ക്. ക്ഷണനേരം കൊണ്ട് തന്നെ അഖിലും ബൈക്കും ടോറസിൻ്റെ ചക്രത്തിനടിയിലേക്കാണ് ഇടിച്ചു നിരങ്ങി കയറിയത്. ഡ്രൈവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുന്നേ തന്നെ അഖിലിൻ്റെ ശരീരത്തിലൂടെ ടോറസിൻ്റെ പിൻചക്രം കയറിയിറങ്ങി. ബൈക്ക് റോഡിലൂടെ 3 മീറ്ററോളം നിരങ്ങി നീങ്ങിയിരുന്നു. അരയ്ക്ക് താഴേക്ക് അരഞ്ഞുപോയ അഖിലിൻ്റെ മരണം അവിടെ വെച്ച് തന്നെ സംഭവിക്കുകയും ചെയ്തു. കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയായി വളർത്തിയ മകനായിരുന്നു അഖിൽ. മകൻ എത്തുന്നതും കാത്ത് രാവിലത്തെ ഭക്ഷണവും ഉണ്ടാക്കി കാത്തിരുന്ന അമ്മ രാജി അറിഞ്ഞത് മകൻ്റെ അപകട വാർത്തയാണ്. പിന്നാലെ മരണവും എത്തിയപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു പിതാവ് സജികുമാറും സഹോദരി ആതിരയും. ഏട്ടൻ ഇനിയില്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ ആതിരയ്ക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. കറുകച്ചാൽ പോലീസും പാമ്പാടിയിൽ നിന്ന് അഗ്നിരക്ഷാസേനയും സംഭവസ്ഥലത്ത് എത്തിയാണ് മേൽ നടപടികളെല്ലാം സ്വീകരിച്ചത്. അഖിലിൻ്റെ മൃതദേഹം അവസാനമായി വീട്ടിലെത്തിച്ചപ്പോൾ നെഞ്ചുപൊട്ടി കരഞ്ഞാണ് വീട്ടുകാരും നാട്ടുകാരും സ്വീകരിച്ചത്. മകൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും കഴിയാതെ തളർന്നു വീഴുകയായിരുന്നു അമ്മ രാജി. അതേസമയം അഖിലിൻ്റെ മരണം സംഭവിച്ച റോഡിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ഉയരുകയാണ്. 7 കിലോമീറ്റർ ദൂരമുള്ള കറുകച്ചാൽ റോഡിൽ അപകട ഭീഷണി ഉയർത്തുന്ന 10 കൊടും വളവുകളാണ് ഉള്ളത്. ഒപ്പം മിനുസമുള്ള റോഡും. കോട്ടയം കോഴഞ്ചേരി റോഡിൽ നെത്തല്ലൂർ ജംഗ്ഷൻ മുതൽ തോട്ടയ്ക്കാട് ആശുപത്രിപ്പടി വരെയുള്ള ഭാഗത്തെ അവസ്ഥയാണ് ഇങ്ങനെ. ഇതിനു പുറമെ ചെറിയ വളവുകളുമുണ്ട്. വേഗം കൂടിയാൽ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടും. വളവ് വീശിയെടുക്കുമ്പോഴാണ് അപകടങ്ങൾ ഏറെയും നടക്കുന്നത്. ഇടറോഡുകളിൽ നിന്ന് വാഹനങ്ങൾ ശ്രദ്ധയില്ലാതെ കയറി വരുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട്. കൊടും വളവുകളിൽ കണ്ണാടി സ്ഥാപിക്കുകയോ വേഗ നിയന്ത്രണ സംവിധാനം ഒരുക്കുകയോ വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.